എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട്ട് സ്വാഗതം. നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഫേസിൽ ഐബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകം ഭംഗി തരുന്ന ഒരു നല്ലൊരു ഫീച്ചറാണല്ലേ. നമ്മുടെ മുഖത്തെ ഓരോ അവയവവും നല്ലത് തന്നെയാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഐബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കട്ടി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ചിലർക്ക് അത് ഷേപ്പ് ഉണ്ടാവത്തില്ല. അപ്പോൾ അത് അങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് വേണ്ടുന്ന ഒരു ഭംഗി വന്നെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഐബ്രോസ് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ചിലർ പറയുന്ന കേൾക്കാം ഐബ്രോസ് ഫില്ല് ചെയ്യാനൊക്കെ മടിയാണെന്നൊക്കെയുള്ള. പക്ഷെ നമ്മൾ ശരിക്കും ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ മുഖത്ത് ഇപ്പം ചിലരെ കണ്ടിട്ടില്ല, ഇപ്പം ഐലാഷസ് ഇല്ലാത്തവരാണെങ്കിൽ അത് എക്സ്റ്റൻഷൻ വെച്ച് കൊടുക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐബ്രോസ് നമ്മളൊന്ന് ഫില്ല് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗി. ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇപ്പം എന്റെ ഫേസ് നിങ്ങൾ കണ്ടോ, ഈ ഒരു ഫേസിൽ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടില്ല. എനിക്ക് വളരെ തിന്നായിട്ടുള്ള ഐബ്രോസ് ആണ്, ഒട്ടും കട്ടിയില്ല എന്റെ പുരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഇപ്പം എന്റെ ഈ ഫേസ് കണ്ടല്ലോ, ഈ ഐബ്രോസ് ഞാൻ നിങ്ങളെ എങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് മര്യാദയ്ക്ക് ഫില്ല് ചെയ്യാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതായത് ഞാൻ തോന്നിയ രീതിയിൽ അങ്ങ് വരച്ചു വിടുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതായത് നമ്മൾ എഴുതി എന്ന് മനസ്സിലാകാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മാറ്റം മനസ്സിലാവും. ഇപ്പം ഈ ചെയ്യാത്ത എന്റെ ഈ ഒരു ഫേസും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്റെ ഒരു ഫേസും നമ്മൾ ഡിഫറൻസ് നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്ത് എനിക്ക് കമന്റ് ബോക്സിൽ ചെയ്യണം. എങ്ങനെയുണ്ട് എന്റെ ഇപ്പത്തെ മുഖവും ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള എന്റെ മുഖവും. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നമ്മുടെ ഐബ്രോസ് നമ്മൾ ഡിഫൈൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഐബ്രോസ് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അറിയില്ലാത്ത എന്നെ പോലെ, എനിക്ക് നേരത്തെ അറിയിച്ചില്ലായിരുന്നു, അങ്ങനെ അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതില് ഞാൻ ഉപയോഗിക്കുന്നത്, നമുക്ക് ഇതിന് വേണ്ടുന്ന 3 പ്രോഡക്റ്റുകളാണ് വേണ്ടത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോ പെൻസിൽ. ഐബ്രോ പെൻസിൽ ഞാനിവിടെ എസൻസിന്റെ ഐബ്രോ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു സജഷൻ പറയാം. നിങ്ങൾ ഐബ്രോ പെൻസിൽ വാങ്ങുന്ന സമയത്ത് ഒരു സൈഡില് ഐബ്രോ പെൻസിലും ഒരു സൈഡില് സ്പൂളിയുള്ള ഇതിന്റെ ബ്രഷും ഉള്ള ഐബ്രോ പെൻസിൽ ഉണ്ടല്ലോ, അങ്ങനത്തെ നിങ്ങൾ വാങ്ങുക. കാരണം ആ ഒരു ബ്രഷ് നമുക്ക് നിർബന്ധമാണ്. എന്റെ അടുത്ത് ആ സാധനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എന്റെ അടുത്ത് സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഐബ്രോ പെൻസിലാണ്. ഇതിന്റെ ഒരു സൈഡിൽ പെൻസിലും ഒരു സൈഡില് ഈ ഒരു കോമ്പും, ഐബ്രോയ്ക്കുള്ള കോമ്പും ഉള്ള ഈ ഒരു സംഭവം. ഇത് ഞാൻ ഇപ്പൊ തന്നെ വെച്ചിരിക്കുകയാണ്. അതായത് എനിക്ക് എപ്പോഴും ഇത് കോമ്പ് ചെയ്യാൻ വേണ്ടി ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു സാധനം, ഇത് രണ്ടും 2 in 1 എന്നും പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നിങ്ങൾ വാങ്ങുന്നതാണ് നല്ലത്. സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഒരു കൺസീലർ ആണ്. തേർഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഒരു മസ്കാരയാണ്. അപ്പം ഇതിനൊക്കെ എന്താണ് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യുന്നതിനുള്ള റോൾ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഐബ്രോസ് കൃത്യമായി ഫില്ല് ചെയ്യുന്നത്. ഐബ്രോ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മുടെ ആ സ്പൂളി എടുത്തിട്ട്, അല്ലെങ്കിൽ ഐബ്രോ ഡിഫൈൻ ചെയ്യുന്ന കോമ്പ് എടുത്തിട്ട് നമ്മളൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാം. കാരണം താഴോട്ടുള്ള ഹെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരെ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഐബ്രോന്റെ ഏറ്റവും ഹയസ്റ്റ് പോർഷനിലുണ്ടല്ലോ, അവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഒരു ക്രോസ് ലൈൻ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പുരുകത്തിന്റെ സ്റ്റാർട്ടിങ്ങിലെ ഈ സ്റ്റാർട്ടിങ് തൊട്ട് ആ ലൈനിന്റെ മുകളിലോട്ട്, അതേ ക്രോസിൽ നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ആ ലൈനിന്റെ മുകളിലോട്ടും അപ്പുറ കോർണറിൽ നിന്ന് ഈ ലൈനിന്റെ താഴോട്ടുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുന്ന് നേരെ താഴോട്ടേക്കും കൂടെ പോവുക, എഡ്ജിലോട്ട് അതിൻ്റെ അറ്റത്തോട്ട് പോവുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അറ്റത്തെ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ മുകൾ ഭാഗം നമ്മൾ ഫില്ല് ചെയ്യാത്ത ഭാഗമുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുക. വളരെ ലൈറ്റായിട്ട് മതി കേട്ടോ. പിന്നെ ഒരുപാട് ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്കായിട്ട് തന്നെ കൊടുക്കാം. എനിക്ക് ഈ ഒരു ഭാഗത്തുള്ള ഡാർക്ക്നെസ് എനിക്ക് ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് കോമ്പ് വെച്ചിട്ട് ശരിക്കും കോമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഇത് സ്പ്രെഡ് ആവും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ സ്മഡ്ജ് പ്രൂഫ് അല്ല ഐബ്രോ പെൻസിൽ. നിങ്ങളത് വാങ്ങുമ്പോൾ സ്മഡ്ജ് പ്രൂഫ് തന്നെ വാങ്ങുക. ഇല്ലെങ്കിൽ നമ്മൾ തൊടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പരന്നൊക്കെ പോകും. എൻ്റെ കണ്ട പരന്ന് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അത് തീർന്നു പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം നന്നായി കോമ്പ് ചെയ്ത് കൊടുക്കുക. കോമ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്കാരയാണ്. ഒരു മസ്കാര നമ്മൾ എടുത്തിട്ടുണ്ട്, വാട്ടർ പ്രൂഫിൻ്റെ മസ്കാര എടുത്താൽ മതി. അതിനകത്ത് വളരെ ചെറിയ രീതിയിൽ മസ്കാരയുടെ ആ ഒരു ജെല്ലെടുത്തിട്ട് അതുകൊണ്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ എടുത്ത് കുറച്ചധികം കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആ അറ്റത്തോട്ട് കുറച്ചധികം വന്നു. എന്നിട്ട് നമ്മൾ അത് പൊട്ടി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഈ സ്പൂളി വെച്ചിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. എഴുതിയ ഐബ്രോയും എഴുതാത്ത ഐബ്രോയും തമ്മിൽ ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ലേ?
പിന്നെ നിങ്ങൾക്ക് വളരെ തിന്നായിട്ട് ആവശ്യമുള്ളെങ്കിൽ തിന്നായിട്ട് എടുക്കാം. എനിക്ക് അത്യാവശ്യം കുറച്ച് തിക്കുള്ളതാണ് എനിക്കിഷ്ടം. പിന്നെ മാത്രമല്ല ഞാൻ പറയുന്നു, നമ്മൾ എടുക്കുന്ന ഐബ്രോ പെൻസില് വാട്ടർ പ്രൂഫിന്റെയും സ്മഡ്ജ് പ്രൂഫ് ഉള്ളതുമായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തൊടുമ്പോഴും ഇങ്ങനെ അറിയാണ്ടെന്ന് ചൊറിയുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ ആ സംഭവം അങ്ങോട്ട് സ്മഡ്ജ് ആയി പോകും. എന്റെ സ്മഡ്ജ് പ്രൂഫ് അല്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതുന്ന സമയത്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്നത്. അപ്പൊ നിങ്ങൾ സ്മഡ്ജ് പ്രൂഫേ വാങ്ങാവുള്ളൂ. പിന്നെ നിങ്ങളുടെ അടുത്ത് സ്മഡ്ജ് പ്രൂഫിന്റെ വാട്ടർ പ്രൂഫിന്റെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നമില്ല. അതായത് ഒരു വാട്ടർ പ്രൂഫിന്റെ ഒരു മസ്കാര വാങ്ങിയിട്ട് അതുകൊണ്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ പറഞ്ഞില്ല, നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നത് കൺസീലർ ആണ്. ഈ കൺസീലർ ഉപയോഗിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഞാനിപ്പോ കൺസീലർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഈ കൺസീലർ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഐബ്രോ ഇങ്ങനെ എടുത്ത് കാണിക്കും. നിങ്ങൾക്ക് ബ്രൗൺ ആണ് വേണ്ടതെങ്കിൽ ബ്രൗൺ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ബ്ലാക്ക് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ കൺസീലറിന്റെ ഇതിൽ കൺസീൽ ചെയ്തിട്ടുണ്ട്, കൺസീലറിന്റെ ആ ഒരു ക്രീം ഇതിലുണ്ട്. അപ്പൊ ഞാനിത് കാണിച്ചു തരാം. നമ്മൾ ഇതിനോട് ചേർന്നിട്ട് ഒന്നത് വരച്ചു കൊടുക്കുക. ഇതിപ്പോ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോമ്പാക്ട് പൗഡർ എടുത്ത് ചെയ്താലും മതി കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ സ്മഡ്ജ് ആവാനും സാധ്യത ഭയങ്കര കുറവാണ്. ഇതിന്റെ മുകളിലും താഴെയുമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ മുകളിലോട്ട് ഇതിന്റെ ഉള്ളിലോട്ട് കയറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും ഭാഗം നമ്മളൊന്ന് ചെയ്തു കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഇങ്ങനെ ഡാബ് ചെയ്ത് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇപ്പൊ നമ്മൾ ഓൾറെഡി, നിങ്ങൾക്ക് സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. ഞാൻ അതൊന്നുമില്ല, എനിക്കെന്റെ എല്ലാം എന്റെ കൈ കൊണ്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതൊന്ന് സ്പ്രെഡ് ആക്കി കണ്ടോ, ഞാൻ കൺസീലർ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൺസീലർ അല്ലെങ്കിൽ നിങ്ങൾ കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ അത് ചെയ്തതിന്റെ ഒരു ഭംഗിയുണ്ടോ, അതായത് ഇങ്ങനെ എടുത്ത് നിൽക്കും. നമ്മുടെ ഐബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എടുത്ത് നിൽക്കേണ്ട ഒന്നാണ് നമ്മുടെ ഫേസിൽ. ചെയ്യാത്ത എന്റെ ഐബ്രോയും ചെയ്ത എന്റെ ഐബ്രോയും നമ്മൾ ഡിഫറൻസ് നിങ്ങൾ കണ്ടോ. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ എന്റെ ഫേസിന്റെ ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇത്രയും ഭാഗം നോക്കിയാൽ മാറ്റം കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരുമാതിരി തളർന്നിരിക്കുന്ന പോലെ, ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പോലെയല്ലേ. ഞാൻ ഇനി ഇതുപോലെ തന്നെ ഇവിടെയും ഒന്ന് ഫില്ല് ചെയ്തിട്ട് മൊത്തം കംപ്ലീറ്റ് ആയി നിങ്ങളെ ഒന്ന് കണ്ടോ. എഴുതിയ ഐബ്രോസും എഴുതാത്ത ഐബ്രോസും നമ്മൾ ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം ഐബ്രോ ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പം എന്റെ മുഖത്തിന് വന്ന മാറ്റവും നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ എഴുതിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഒറിജിനൽ ഫീല് അവിടെ തന്നെ ഇല്ലേ. ഇതാണ് പറഞ്ഞത്, നമ്മൾ നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. നമുക്ക് ഫൈനലായിട്ട് ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം. അപ്പൊ ഒരു ഫിനിഷിങ് വരും. ഇപ്പൊ രസമായില്ലേ. അപ്പൊ നിങ്ങള് ഇതുപോലെ ചെയ്ത് നോക്കുക. ഒന്നും കൂടെ ഞാൻ എടുത്തു പറയുന്നു, നിങ്ങൾ സ്മഡ്ജ് പ്രൂഫിന്റെ ഒരു ഐബ്രോ പെൻസിൽ വാങ്ങണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ ഇതാക്കുമ്പോഴൊക്കെ എന്താണ് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്, നല്ല സ്പ്രെഡ് ആവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി അത് വാങ്ങാൻ ഭയങ്കര റേറ്റ് ഒക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒരു വാട്ടർ പ്രൂഫിന്റെ ഒരു മസ്കാര വാങ്ങിയാൽ മതി. അത് വെച്ച് നിങ്ങളൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തേച്ചാൽ മതി, ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഐബ്രോസ് നന്നായി ഫില്ല് ചെയ്യുക. ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ട്. നമ്മുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് നോക്കിയെടുക്കേണ്ടത്, വേറെ ആരും നമുക്ക് ആ ഭംഗി കൊണ്ട് തരില്ല. നമ്മളെല്ലാവരും സൗന്ദര്യമുള്ളവരാണ്, നമ്മുടെ ഓരോ ഫീച്ചേഴ്സും ഭംഗിയുള്ളതാണ്. അത് ഭംഗിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെയാണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് സത്യം പറഞ്ഞ മുമ്പ് എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാനിത് നമ്മൾ എഴുതിയതാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞത്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക, ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.